അപ്പോൾ ഇന്നത്തെ നമ്മുടെ കണ്ടന്റ് എന്ന് പറഞ്ഞാൽ നമ്മൾ വാഹനം ഓടിക്കുന്ന സമയത്ത് ദേ ഈ ഒരു ഭാഗം കണ്ടോ, ഈ ഒരു സൈഡ് പോസ്റ്റ് ആയിട്ട് വരുന്നത് ഇത് പലപ്പോഴും നമുക്ക് അപകടം വരുത്തി വെക്കുന്ന ഒരു കാര്യം. നമ്മൾ ടേണിംഗ് ഒക്കെ എടുക്കുന്ന സമയത്ത് ഒരു വളവോ ഒരു കർവോ ഒക്കെ എടുക്കുന്ന സമയത്ത് പലപ്പോഴും നമുക്ക് ഓപ്പോസിറ്റ് അതേ ടേണിങ്ങിൽ വരുന്ന വാഹനത്തിനെ ഈ ഒരു സൈഡ് പോസ്റ്റ് കാരണം കാണാൻ പറ്റത്തില്ല. കാര്യം ചില സമയത്ത് ഒരു ബസ്സായാലും വലിയൊരു കണ്ടെയ്നർ ആയാലും ചെറിയ വണ്ടിയായാലും വലിയ വണ്ടിയായാലും എല്ലാം ചില സമയത്ത് ഈ ഒരു ഒറ്റ സൈഡ് പോസ്റ്റിന് അതിനെ നമ്മളെ ഇന്ന് മറച്ചു വെക്കാനുള്ള കഴിവ് കൂടുതലാണ്. അതിന്റെ പ്രധാന കാര്യം ഈ ഒരു സൈഡ് പോസ്റ്റിന്റെ അല്ല, നമ്മുടെ ഒരു ഒരു വിഷന്റെ ഒരു കാര്യമാണ്. നമ്മളിങ്ങനെ പോയിട്ട് തിരിച്ച് നോക്കുമ്പോൾ നമ്മുടെ രണ്ട് കണ്ണും ഈ ഒരു കോണ്ടാക്ട് ഈ ഒരു ഒറ്റ പോയിന്റ് വരുന്നതുകൊണ്ടാണ് നമുക്കത് മനസ്സിലാവാത്തത്. പെട്ടെന്ന് വണ്ടി വരുമ്പോൾ നമുക്കത് മനസ്സിലാവത്തില്ല. സോ അങ്ങനെയുള്ള സമയത്ത് കൂടുതലും ഇങ്ങനെ ഈ ഒരു വളവോ കാര്യങ്ങളോ വരുന്ന സമയത്ത് നമ്മൾ സാധാരണ ഇപ്പോൾ ഇങ്ങനെ ഇരുന്ന് വണ്ടി ഓടിക്കുന്ന സമയത്ത് പെട്ടെന്ന് ഒരു വളവ് വരുമ്പോൾ നമ്മൾ ഇങ്ങനെയായിരിക്കും എടുക്കുന്നത്. ചിലപ്പോൾ ആ സമയത്ത് നമുക്കത് കണ്ടില്ല എന്ന് വരും. നമുക്കത് ചിലപ്പോൾ ആ വണ്ടി നമ്മൾ ആക്സിഡന്റ് ആകാനോ അല്ലെങ്കിൽ പെട്ടെന്ന് നമ്മൾ വണ്ടി വെട്ടി മാറ്റാനോ അങ്ങനെ ഒരുപാട് അപകടം നടക്കാനുള്ള ചാൻസ് കൂടുതലാണ്. സോ അതിന് ഏറ്റവും ഈസി ആയിട്ടുള്ള കാര്യം എന്ന് പറഞ്ഞാൽ നമ്മൾ എത്രയൊക്കെ നല്ലൊരു ടേണിങ് വന്നാലും ഒന്നുകിൽ ഈ ഗ്ലാസ്സിൽ കൂടെ ഇങ്ങനെ നമ്മൾ ജസ്റ്റ് ഈ ഗ്ലാസ്സിൽ കൂടെ ലെയിൻ ചെയ്ത് നോക്കുക, അല്ലെങ്കിൽ നേരെ ഈ ഒരു ഗ്ലാസ് ഈ ഒരു ഓപ്പോസിറ്റ് ഗ്ലാസിന്റെ ഇതുവഴി വന്ന് ജസ്റ്റ് ഇപ്പം നമ്മൾ ഈ വാഹനം ഓടിക്കുന്ന സമയത്ത് തന്നെ ജസ്റ്റ് ഇങ്ങനെ നോക്കിയിട്ട് മാത്രം വാഹനം എടുക്കുക. അല്ലെങ്കിൽ നമ്മൾ വിചാരിക്കും നമ്മളിങ്ങനെ പോകുന്ന വഴിക്ക് ചിലപ്പോൾ ഓപ്പോസിറ്റ് നൈറ്റ് ഒക്കെ ആണെങ്കിൽ ഒരുപക്ഷെ അറിയാൻ കുറച്ചും കൂടെ ബെറ്റർ ആണ്. കാര്യം എന്ന് പറഞ്ഞാൽ ഓപ്പോസിറ്റ് വരുന്ന വാഹനം ചിലപ്പോൾ ലൈറ്റൊക്കെ അടിച്ച് കാണിക്കും, അല്ലെങ്കിൽ അതിൻ്റെ ഒരു വേറൊരു വണ്ടി വരുന്നതിൻ്റെ ഒരു വെളിച്ചം നമുക്ക് കണ്ടാൽ മനസ്സിലാവും. പകലൊക്കെ അങ്ങനെ അറിയാൻ ബുദ്ധിമുട്ടാണ്. അപ്പോൾ ഒന്നുകിലും ഈ ഒരു ഗ്ലാസ്സിൽ കൂടെ നോക്കുക, അല്ലെങ്കിൽ ഈ ഒരു ഗ്ലാസ്സിൽ കൊടുക്കുക. ജസ്റ്റ് ഇപ്പോൾ വാഹനം ഓടിക്കുന്ന സമയത്ത് ഒന്നി ഇങ്ങനെയോ അല്ലെങ്കിൽ ഇങ്ങനെയോ നിങ്ങൾക്ക് ഏതാണെന്ന് വെച്ചാൽ ആപ്റ്റ് അങ്ങനെ നോക്കി കംഫർട്ടായിട്ട് മാത്രം വണ്ടി അതേ ഫ്ലോയിൽ പോവുക. അല്ലെങ്കിൽ നമുക്ക് വലിയ വാഹനമായാലും ചെറിയ വാഹനമായാലും ചിലപ്പോൾ നമുക്ക് ചവിട്ടിയെ കിട്ടിയെന്ന് വരത്തില്ല. നല്ല രീതിയിൽ ഹൈ റേഞ്ച് ഒക്കെ ഓടുമ്പോൾ പ്രത്യേകം ശ്രദ്ധിച്ചോണം. കാര്യം പല ബെൻഡിലും നമ്മുടെ മൂന്നാറും വയനാടൊക്കെ പല ബെൻഡിലും ഒരു വളവിലൊക്കെ ഒരു വാഹനം വന്നാൽ ഒതുക്കാനുള്ള ഗ്യാപ്പ് വളരെ കുറവാണ്. സോ അതുകൊണ്ട് ഈ ഒരു കാര്യം എപ്പോഴും ശ്രദ്ധിക്കാൻ നോക്കുക. ശ്രദ്ധിച്ചില്ലെങ്കിൽ നിങ്ങൾക്ക് ഉറപ്പായിട്ടും പണി കിട്ടും. ഒന്നുകിൽ ഈ ഒരു ഗ്ലാസ് അല്ലെങ്കിൽ ഈ ഒരു ഗ്ലാസ്, അത് മാത്രം ശ്രദ്ധിച്ചു പോവുക. സോ ഇതാണ് ഇന്നത്തെ വീഡിയോ ആയിട്ട് ഞാൻ ഉദ്ദേശിച്ചിരിക്കുന്നത്. പലരും വീഡിയോസ് കാണുന്നുണ്ട്, നല്ല രീതിയിൽ വ്യൂസ് വരുന്നുണ്ട്, പക്ഷേ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുന്നില്ല. തീർച്ചയായും ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ട് ലൈക്ക് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ തീർച്ചയായും ഒന്ന് ലൈക്കും കൂടെ ചെയ്യുക. ചാനൽ എന്താണ് സബ്സ്ക്രൈബ് ചെയ്യുക. അതുപോലെ തന്നെ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ നിങ്ങൾ തീർച്ചയായും വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യുക. വീഡിയോ മാക്സിമം ഉള്ളവർക്ക് ഷെയർ ചെയ്യുക. സോ നിങ്ങളുടേതായിട്ടുള്ള കമൻസ് കാര്യങ്ങളൊക്കെ നിങ്ങൾ കമൻറ്റ് ബോക്സിൽ കമൻറ്റ് ചെയ്യുക. എല്ലാത്തിനും മാക്സിമം എന്നെക്കൊണ്ട് കഴിയുന്നതിനൊക്കെ ഞാൻ റിപ്ലൈ തരുന്നതാണ്. എൻ്റെ ഭാഗത്തുനിന്ന് എന്തെങ്കിലും വീഡിയോസിന് എന്തെങ്കിലും തെറ്റുകുറ്റങ്ങൾ വരുന്നതാണെങ്കിൽ അതും കൂടെ നിങ്ങളൊന്ന് മെൻഷൻ ചെയ്യുക. അടുത്ത വീഡിയോയിൽ ഞാനത് കറക്റ്റ് ചെയ്യാൻ ശ്രമിക്കുന്നതാണ്. സോ ഇതാണ് ഇന്നത്തെ വീഡിയോ. അടുത്തൊരു വീഡിയോ കാണുന്നവരെ